ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പിയായിട്ടാണ്. കർക്കിടക സംക്രാന്തി ദിവസം പാലക്കാടൻ സ്പെഷ്യൽ ഐറ്റമായ കുമ്പളങ്ങി ഇട്ട് വെച്ച കോഴിക്കറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. കർക്കിടക സംക്രാന്തി ദിവസം കുമ്പളങ്ങി ഇട്ട് വെച്ച കോഴിക്കറിയും ദോശയുമാണ് പാലക്കാട്ടെ സ്പെഷ്യൽ ഐറ്റം. അപ്പോൾ എങ്ങനെയാണ് പാലക്കാടൻ സ്പെഷ്യൽ കുമ്പളങ്ങി ഇട്ട കോഴിക്കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 3/4 കിലോ ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരമുറി നാളികേരം ചിരകിയെടുത്തത് ഇട്ട് കൊടുക്കാം. നാളികേരത്തിൻ്റെ കൂടെ വറുക്കാൻ വേണ്ടിയിട്ട് 4 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചെറുതായി നുറുക്കിയെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, പിന്നെ തക്കോലം, ഏലക്ക, ഇത്രയും കൂടി അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. 3 ടീസ്പൂൺ മുളക് പൊടിയും 6 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാല നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മസാല വറുത്തെടുത്തതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത മസാല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, കാരണം ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗവ് സിമ്മിലോ അല്ലെങ്കിൽ സിമ്മിനും മീഡിയത്തിനും ഇടയിലോ വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ കഷ്ണങ്ങൾ ഏകദേശം പകുതി വേവാവുന്ന സമയത്താണ് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിതാ ഏകദേശം ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കുമ്പളങ്ങ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. എത്ര കുമ്പളങ്ങ ചേർക്കണം എന്നുള്ളതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ, അതിനനുസരിച്ച് ചേർക്കാം. ഇനി ഈ കുമ്പളങ്ങ സാധാരണ പോലെ തന്നെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ കുരുവൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. കാരണം ചിക്കനിലേക്ക് ചേർക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. കുമ്പളങ്ങ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ഇത് ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ചിക്കൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി കുമ്പളങ്ങ വേവാനെടുക്കുന്ന അത്രയും സമയം അത്രേ വേണ്ടു ചിക്കനും കൂടി വെന്ത് കിട്ടാൻ. ചിക്കൻ ഏകദേശം പകുതിയോളം വെന്ത് കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുമ്പളങ്ങയും ചിക്കനും എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് ഉള്ളി മൂപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടി ഒരു ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുമ്പളങ്ങ ചേർത്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് തനി നാടൻ വെപ്പാണ് കേട്ടോ. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് ശരിക്കും വറുത്തിടുക. ഞാൻ എളുപ്പത്തിന് വേണ്ടി സവാള വറുത്തിട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ ചേർത്ത കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് കർക്കിടക സംക്രാന്തിക്ക് പാലക്കാടൻ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെ കോഴിക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.